നിങ്ങളുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി നല്ലൊരു സ്കൂൾ അന്വേഷിക്കുകയാണോ? എങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അരൂക്കുറ്റി റോഡിൽ മക്കേക്കടവ് ജംഗ്ഷന് സമീപം വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരി ഓഫ് ലവൂക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും. മികച്ച പഠനരീതി, തികഞ്ഞ അച്ചടക്കം, പാഠ്യേതര മേഖലയിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരം തുടങ്ങി ഈ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 92 തൈക്കാട്ടുശ്ശേരിയിലെ പള്ളിയോട് ചേർന്ന് തുടങ്ങിയ ഒരു നഴ്സറി ക്ലാസ്, അവിടെയുള്ള മാതാപിതാക്കൾ വളരെ താല്പര്യത്തോടെ തങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂള് 1ാം ക്ലാസ് 2ാം ക്ലാസ് തുടങ്ങി അങ്ങനെ +2 വരെ ഒരു സ്കൂൾ വളരാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ സ്കൂള് ഇവിടെ തലയുയർത്തി നിൽക്കുമ്പോൾ ധാരാളം കുട്ടികളും പേരൻസും ഇവിടെ വന്ന് അവർക്ക് കിട്ടിയ ആ വലിയ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഞങ്ങളടുത്ത് പങ്കുവെക്കാറുണ്ട്. പ്രീ-KG മുതൽ സീനിയർ സെക്കൻഡറി വരെ വളരെ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവർ കുട്ടികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മികച്ച ക്ലാസുകൾ, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്, ലാബുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവർ കുട്ടികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സിസ്റ്റർ ഫാബിയ, സെന്റ് മേരി ഓഫ് ലവൂക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഇപ്പോൾ 33 വർഷങ്ങൾ നാം പിന്നിടുമ്പോൾ സ്കൂളിനെ കുറിച്ച് നമുക്ക് ഒരുപാട് അഭിമാനിക്കാനുണ്ട്. അതോടൊപ്പം നല്ല നല്ല സേവനങ്ങൾ കാഴ്ചവെച്ച അധ്യാപകരും മാനേജ്മെന്റും സിസ്റ്റേഴ്സും കൂടാതെ കുട്ടികൾ നന്നായി പഠിച്ച് നല്ല നിലയിലെത്തിയ ഒരുപാട് കുട്ടികളുടെ വിജയത്തിന്റെ കണക്ക് നമുക്ക് പറയാൻ ഒത്തിരിയുണ്ട്. അതോടൊപ്പം ശാന്തത നിറഞ്ഞ ഒരു പ്രദേശവും ഈ അന്തരീക്ഷവും സ്കൂളിന് മാറ്റുകൂട്ടുന്ന ഒന്ന് തന്നെയാണ്. കുട്ടികളുടെ അക്കാഡമിക്സ്, ആർട്സ്, സ്പോർട്സ് തലത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കുക. ഓരോ കുട്ടിയെയും പേഴ്സണലായിട്ട് അറിയുകയും അവരെ വളർത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. ചൈൽഡ് സെന്റർഡ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു. അതോടൊപ്പം നല്ല ഒരു പേഴ്സണാലിറ്റിയിലേക്ക് കുട്ടികളെ വളർത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ അധ്യാപകരും. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് എല്ലാ അവസരങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. സ്കൂൾ മാഗസിൻ, ക്ലാസ് വൈസ് മാഗസിൻ കുട്ടികൾ ഒരാഴ്ച കൊണ്ട് റെഡിയാക്കിയെടുത്തു. ക്ലാസ് വൈസ് എക്സിബിഷൻ എല്ലാം വളരെ നന്നായിട്ട് തന്നെ കുട്ടികൾ ചെയ്തു. ഈ വർഷം കൊച്ചിൻ ഷിപ്പ്യാർഡ് കലോത്സവം നടത്തിയതിൽ സ്കൂളിന് 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇവിടെ ജാതിമത ഭേദമന്യേ ആണ് വിദ്യാർത്ഥികളുടെ പഠിക്കുക. ഇവിടെ പ്രാർത്ഥനകൾ, ഇപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻ സ്ഥാപനമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഇതായ രീതിയിലൊക്കെ ഇവിടെ ചെല്ലുന്നു. പക്ഷെ കുട്ടികളെല്ലാവരും അതിനോട് നല്ല സഹകരണമാണ്. കൂടാതെ സ്കൂളിന് നമ്മൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ലാബുകളുണ്ട്, കമ്പ്യൂട്ടർ ലാബ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുണ്ട്. ബയോളജി ലാബ്, ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ്, അതുപോലെ തന്നെ നല്ലൊരു വിശാലമായ ലൈബ്രറി ഉണ്ട്. സ്കൂളിന്റെ ക്ലാസ് റൂമുകളിൽ ഡിജിറ്റൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് സംശയം തീർക്കാനും അധ്യാപകരായാലും വീഡിയോ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ സ്കൂളിന് സ്പോർട്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് CBSE ഈ വർഷം എന്നല്ല പല വർഷങ്ങളിലായി സ്പോർട്സ്, ആർട്സ്, അക്കാഡമിക്സ് എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം ലഭിച്ചത് മുതൽ തന്നെ സ്പോർട്സിന് കുട്ടികൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുട്ബോൾ മാച്ച്, വോളിബോൾ, ഹാൻഡ്ബോൾ, ബാസ്കറ്റ്ബോൾ എല്ലാത്തിനും പ്രാക്ടീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ ഏറെ താല്പര്യത്തോടെ ഈ എല്ലാ രംഗങ്ങളിലും എല്ലാ തലത്തിലും കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി ഏറെ ശ്രമിക്കുന്നുണ്ട്. LKG, UKG ക്ലാസ്സുകൾ 3 ഡിവിഷൻ വീതമുണ്ട്. കുട്ടികൾ വളരെ മിടുക്കരാണ്. അവർക്ക് എല്ലാ മാസവും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ടീച്ചേഴ്സ് പേഴ്സണൽ കെയർ കൊടുത്ത് അവർ വളർത്തുന്നുണ്ട്. നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ LP സെക്ഷൻ 3 ഡിവിഷൻ വീതം ഓരോ സെക്ഷനുമുണ്ട്. അവിടെയും ടീച്ചേഴ്സ് പേഴ്സണൽ കെയർ കൊടുത്ത് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു റാലി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചു. അതുകൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെ ടൈം ടേബിൾ ഉൾപ്പെട്ടതാണ്. ഡാൻസ്, മ്യൂസിക് ക്ലാസ്, ഡ്രോയിങ് ക്ലാസ്, PT പീരീഡ് ഇതെല്ലാം അവരുടെ ടൈം ടേബിളോട് യോജിച്ച് തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടുപോരുന്നു.
these are the class magazines that has been prepared by our students, and it was done in a very short span of 5 days and a weekend. And it has all the artworks and the writings in Malayalam, Hindi and English. And they have also included some puzzles as well as some works from science, maths and other subjects as well. This is a class of 6B magazine. You have to see the names also. What actually I have to say is our children are really amazing. I don't know how are they getting all these ideas. They are just selecting, I don't know, they are selecting to almost all other languages. നമ്മുടെ സെന്റ് മേരി ഓഫ് ലവുക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളുടെ ഒപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം ഇവർക്ക് എന്താണ് നമ്മുടെ സ്കൂളിനെ പറ്റി പറയാനുള്ളതെന്ന്. ഓക്കെ, എന്താണ് സ്കൂളിൽ വരാൻ ഇത്ര ഹാപ്പി? ഞങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ്, സ്പോർട്സ് എല്ലാത്തിനും നല്ല സപ്പോർട്ടുണ്ട്. ടീച്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളാണോ? സ്പോർട്സിലുണ്ട്. ഓക്കെ, സ്പോർട്സിൽ എങ്ങനെയാ കോമ്പറ്റീഷന് പോയിട്ടുണ്ടോ ഇവിടുന്ന്? അതെ, പോയിട്ടുണ്ട്. കുറെ കോമ്പറ്റീഷൻ പോയിട്ടുണ്ട്. പ്രൈസ് ഒക്കെ കിട്ടി? ഓക്കെ, വോളിബോളിന് കിട്ടിയിട്ടുണ്ട്, ഹാൻഡ്ബോളിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. അത് കൂടുതൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് പറയണേ? രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് പറയാനുള്ളത് സ്കൂളിനെ പറ്റി? സ്കൂളിൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറയാൻ ഒത്തിരി ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും ഒരുപോലെ തന്നെ കൊണ്ടുപോകാനാണ് ഇവിടുന്ന് പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും ശ്രമിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും ഭയങ്കര സപ്പോർട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ. ഏതെങ്കിലും സ്പോർട്സിലുണ്ടോ? ഞാൻ സ്പോർട്സിനുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാത്തിനും കൊണ്ടുപോകും. എല്ലാത്തിനും സപ്പോർട്ടാണ്. സ്റ്റഡീസ് എങ്ങനെ പോകുന്നു? സ്റ്റഡീസ് എന്ന് പറയുമ്പോ അധികം സ്പെഷ്യൽ ക്ലാസ് ഒന്നും എടുക്കില്ല. കറക്റ്റ് സമയത്ത് പോർഷൻ തീർത്ത് റിവിഷൻ തന്നാണ് പഠിപ്പിക്കുന്നത്. എക്സാമിന് മുമ്പ് കുറച്ച് മന്ത്സ് മുമ്പ് തന്നെ തീർത്തിട്ട് റിവിഷൻ ചെയ്യിപ്പിക്കും. അപ്പൊ ആ റിവിഷനുള്ള കാരണം നമുക്ക് എക്സാമിന് കുറച്ചുകൂടി ഇതായിട്ട് പഠിക്കാനും ഇതാനൊക്കെ പറ്റും. പ്രഷർ അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഇല്ല, നല്ല കൂളായിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ വീക്കിലും ഫ്രൈഡേസിൽ ഫസ്റ്റ് 4 പീരീഡ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ള 4 പീരീഡ്സ് ഞങ്ങൾക്ക് ഇവിടെ വേറെ കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള പീരീഡാണത്. അപ്പോൾ അതിൽ നമുക്ക് സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്. അപ്പോൾ ആർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡാൻസ്, യോഗ, കീബോർഡ്, ദെൻ സ്പോക്കൺ ഇംഗ്ലീഷ്, റോളർ സ്കേറ്റിംഗ്, തൈക്കോണ്ടോ, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ പിള്ളേർക്ക് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരു ഈക്വൽ പ്രയോറിറ്റി നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. ഇറ്റലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റ് മേരി ഓഫ് ലവുക്ക സീനിയർ സെക്കൻഡറി സ്കൂൾ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ലോകത്തുള്ള ഏത് രാജ്യത്ത് വേണമെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ ജോലി സമ്പാദിക്കാനുമുള്ള കഴിയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് സെന്റ് മേരി ഓഫ് ലവുക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 100% ഒരു റൈറ്റ് ചോയ്സ് ആയിരിക്കും.